കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 23. നമ്മൾ ശ്ലോകം 46 ഭിക്ഷുഗീതയാണല്ലോ നമ്മൾ ചെയ്യണേ. അപ്പോൾ 46 ഭിക്ഷു ആത്മകഥ ആണ് കേട്ടോ. പറയണ ദാനം, സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുക, യമനിയമങ്ങൾ, പിന്നെ സ്വാധ്യായം, അതായത് വേദങ്ങളൊക്കെ പഠിക്കുക, പിന്നെ യജ്ഞം, കർമ്മങ്ങളൊക്കെ, അങ്ങനത്തെ നമ്മുടെ നിത്യനൈമിത്യ കർമ്മങ്ങളൊക്കെ ചെയ്യുക, അതിന് വേണ്ട വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുക. ഇതൊക്കെ മനസ്സിനെ അടക്കാനുള്ള ഉപായങ്ങളാണ്. അതായത് അവസാനം മനസ്സിനെ അടക്കാതെ ഒന്നും പറ്റില്ല. നമുക്ക് ഈ സംസാരം തന്നെ മനസ്സുകൊണ്ടാണെന്ന് ഉറപ്പാണ്. സംസാരം മനസ്സിൻ്റെ സങ്കല്പമാണ്. അപ്പോൾ മനസ്സിനെ അടക്കിയാൽ സംസാരം ഇല്ലാതെയാവും. അപ്പോൾ സർവം ബ്രഹ്മമയം എന്ന ആ ഒരു ഇത് നമുക്ക് വരണമെങ്കിൽ മനസ്സിനെ അടക്കൽ തന്നെ നിവൃത്തിയുള്ളൂ. മനസ്സിനെ അടക്കുന്നത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജ്ഞാനം എന്നാണ് 46 പറഞ്ഞ് നമ്മൾ നിർത്തിയത് അല്ലേ. അതായത് മനസ്സിനെ ശരിക്കും അതന്നെയാണ് ശരിക്കും എല്ലാ യോഗത്തിലും മനസ്സിൻ്റെ ചിത്തവൃത്തി നിരോധം അല്ലേ. അതാണെന്നാണ് പറഞ്ഞത്. സർവം ബ്രഹ്മമയെന്ന് തോന്നണമെങ്കിൽ അത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇനി നമുക്ക് 47 വായിക്കാം. 47 എന്താണ് പറയണമെന്ന് നോക്കാം. ഭിക്ഷുഗീത കുറേ ഉണ്ട് കേട്ടോ. ഇതിന് 62 ശ്ലോകറ്റുണ്ട്. അതായത് പിന്നെ ഈ ഭിക്ഷുവിൻ്റെ ഗാനം 47 വായിക്കാൻ ഞാൻ. സമാഹിതം യസ്യ മനഃപ്രശാന്തം ദാനാദിഭിः കിം വദ തസ്യ കൃത്യം അസംയതം യസ്യ മനോ വിനശ്യദ്ദാനാദിഭിശ്ചേദപരം കിമേഭിः. എന്താണ് 47? യസ്യ മനഃ, ആരുടെ മനസ്സ്, സമാഹിതം, അടങ്ങിയതായും, അതായത് നല്ല അടങ്ങിയതായും, പ്രശാന്തം, ശാന്തമായും ഇരിക്കുന്നുവോ, തസ്യ, അവന്, ദാനാദിഭി, ദാനം മുതലായവകളാൽ, കിം കൃത്യം വദ, നടക്കേണ്ട കാര്യം പിന്നെ എന്താണ്. അതായത് മനസ്സടങ്ങിയ പിന്നെ ഒന്നും വേണ്ട. പിന്നെ ഒരു ധർമാധർമ്മങ്ങൾ നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞുല്ലോ, വിധി നിഷേധങ്ങളൊന്നും അവരെ ബാധിക്കണില്ല ജ്ഞാനിയായാലേ. എല്ലാം ബ്രഹ്മാണ്. അപ്പോൾ പിന്നെ നല്ലതോന്നോ ചീത്താന്നോ ഒന്നും വേറെ ഇല്ല, ബ്രഹ്മല്ലാതെ ഇല്ല എന്നുള്ളൊരു, അതുകൊണ്ടാണ് അത് ഇല്ല എന്ന് പറഞ്ഞത്. അതായത് ദാനം മുതലായ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ ഉള്ളത്? യസ്യ മനഃ, ഏതൊരുവൻ്റെ മനസ്സ്, ദാനം മുതലായവ അസംയമം അടങ്ങിയിട്ടില്ലെങ്കിൽ, എത്ര ദാനമൊക്കെ ചെയ്താലും മനസ്സ് അടങ്ങിയിട്ടില്ലെങ്കിൽ, വിനശ്യത് ചെയ്ത്, അതായത് നമുക്ക് വേണ്ട പോലെ ആധ്യാത്മികമായിട്ട് പുരോഗമിക്കാൻ സാധിക്കില്ല, നാശത്തിലേക്ക് തന്നെയാണ് എത്തുക. ഏഭി, ഈ ദാനം മുതലായവയാൽ അപരം കിം, വേറെ പ്രയോജനം എന്താണ്? അതായത് ഇപ്പോൾ ദാനമൊന്നും ചെയ്യണ്ടെന്നല്ല കേട്ടോ പിന്നെ ഭഗവാൻ പറയണത്. ചിത്തശുദ്ധി വരലാണ് ഏറ്റവും ഇതിൽ പ്രധാനം. അന്തിമമായ ലക്ഷ്യം എന്താണ്? നമുക്ക് ചിത്തം ശുദ്ധമാകണം. അപ്പോഴേ നമുക്ക് ഈ സമദർശനം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈശാവാസ്യമിതം സർവം, ഇതൊക്കെ ഉള്ളത് തോന്നണമെങ്കിൽ അതാണ് അതിൻ്റെ നമ്മളെ ലക്ഷ്യം. അപ്പോൾ സ്വധർമാനുഷ്ഠാനവും ദാനധർമാദികളും ഒക്കെ ഈ ലക്ഷ്യത്തിനെ നമ്മൾ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് യമാണെങ്കിലും നിയമാണെങ്കിലും ഒക്കെ അനുഷ്ഠിക്കേണ്ടത് നമുക്ക് അവസാനം ഈ പിന്നെ ഇതന്നെ ആലോചിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സാധനാനുഷ്ഠാനം കൊണ്ട് മനസ്സ് നല്ലോണം അടങ്ങിയിട്ട് ഒരാൾക്ക് പിന്നെ ഇവിടെ വേറൊന്നും ചെയ്യാനില്ല എന്നാണ് പറയണത്. അതായത് മനസ്സിനെ അടക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നല്ലതോ ചീത്തയോ ഒരു കർമ്മവും അയാൾക്ക് പിന്നെ ആവശ്യമില്ല. കാരണം സർവ്വം ബ്രഹ്മമായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ പ്രാരബ്ധകർമ്മം കേട്ടോ അവരുടെ ശരീരത്തിൽ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ മനസ്സ് വശത്തല്ലെങ്കിലോ ഈ ദാനം മുതലായ അനുഷ്ഠാനങ്ങൾ പോലും നമുക്ക് അതുപോലും ദുഃഖകാരനായിട്ട് ഭവിക്കും. എന്താ വെച്ചാൽ, ഞാൻ ദാനം ചെയ്തു, അഹങ്കാരം വരി. അപ്പോൾ ഈ മനസ്സടങ്ങിയിട്ടില്ല ചോട്ടെ, ദാനാദികളൊന്നും ചെയ്തിട്ട് കാര്യമില്ല.
അങ്ങനെ ദാനാദികൾ ചെയ്തിട്ടും സാധനാനുഷ്ഠാനം കൊണ്ട് മനസ്സിന് ചിത്തശുദ്ധി വന്നിട്ട് മനസ്സിൽ ബ്രഹ്മം മാത്രമായി തീർന്നു കഴിഞ്ഞ ആൾക്കൊന്നും വേണ്ട. പിന്നെ മനസ്സിനെ അടക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ലാതെ ഈ ദാനധർമ്മങ്ങളൊന്നും ചെയ്യണോണ്ട് ഒരു കാര്യമില്ലെന്ന്. അത് ആക്ച്വലി ദുഃഖത്തിന് കാരണമാവണമെന്ന്. അതായത് എല്ലാറ്റിലും വെച്ച് ശക്തിയുള്ളത് മനസ്സാ. ആ മനസ്സിനെ അടയ്ക്കുക, നമ്മളൊക്കെ എല്ലാത്തിനെയും അടക്കാം. അതാണ് പറഞ്ഞതപ്പം ഇതിൽ. അതായത് ഏതൊരാൾക്കാണ് ഈ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ലക്ഷ്യത്തിലെത്താനുള്ള ആഗ്രഹത്തോടു കൂടി ആരാണ് സ്വധർമാനുഷ്ഠാനം ദാനാദികളും ചെയ്യാതിരിക്കുന്നത്, അയാൾക്ക് അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അതന്നെ ആവണം ലക്ഷ്യം. മനസ്സിനെ അടക്കി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും വേണ്ട. പക്ഷെ മനസ്സിനെ അടക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അല്ലാതെ വിഷയസുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ദാനം ധർമാദികൾ ചെയ്താൽ ദുഃഖം തന്നെയാണ് ഫലം എന്നാണ് പറയണത്. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ആത്മീയമായിട്ട് പുരോഗമിക്കില്ല എന്ന്. അതാണ് 47 പറഞ്ഞത്. അതായത് മനസ്സ് ശുദ്ധാവാനാണ്, എന്നിട്ട് വേണമല്ലോ ജ്ഞാനം ഉദിക്കാൻ. അപ്പം അതിനുള്ളൊരു ഉപായമായിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പം നമ്മൾ അതിലൊന്നും അഭിമാനിക്കൊന്നും പാടില്ല. ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണേനെ, അല്ലെങ്കിൽ എന്ത് നമ്മുടെ അനുഷ്ഠാനത്തിലും സ്വാധ്യായത്തിലും ഒന്നും നമ്മൾക്ക് അഹങ്കാരരുത്. ഒക്കെ ഭഗവതർപ്പണമായിട്ട് ചെയ്യണം. സമാഹിതം യസ്യ മനഃപ്രശാന്തം ദാനാദിഭിക്കും വദ തസ്യ കൃത്യം അസംയതം യസ്യ മനോ വിനശ്യദാനാദിഭിശ്ചേദപരം കിമേഭിः. പിന്നെ അവർക്കൊന്നും ചെയ്യണ്ട ജ്ഞാനം ഉദിച്ചു കഴിഞ്ഞാൽ. ഇനി മറ്റിന്ദ്രിയങ്ങളെയും ജയിക്കണം ശരിക്ക്. മനോവശേന്യേഹ്യഭവം സ്മദേവ മനശ്ച നാന്യസ്യ വശം സമേതി ഭീഷ്മോ ഹി ദേവ സഹസ സഹീയാൻ യുഞ്ജ്യാദ്വശേ തം സഹി ദേവദേവഃ. 48. അന്യേ ദേവാഹ ഹി, വേറെ ഇന്ദ്രിയങ്ങളെയും അവയുടെ അധിഷ്ഠാന ദേവതകളെയും. ഓരോ ഇന്ദ്രിയങ്ങൾക്കും അധിഷ്ഠാന ദേവതകളുണ്ടല്ലോ, നമ്മൾ കണ്ടുവല്ലോ സൃഷ്ടിയിൽ. അതൊക്കെ സത്വഗുണത്തിൽ നിന്നാണ് 14 അധിഷ്ഠാന ദേവതകളും ഉണ്ടാവണം അല്ലേ. മനസ്സിൻ്റെ ചന്ദ്രൻ, കണ്ണിൻ്റെ സൂര്യൻ, കൈകാലുകളുടെ ഇന്ദ്രൻ, പിന്നെ എന്താ പറയുക അശ്വിനി ദേവകൾ, മൂക്കിൻ്റെ അല്ലേ, കാതിൻ്റെ ദിക്പാലകന്മാരൊക്കെ നമ്മൾ കണ്ടുവല്ലോ. അപ്പോൾ വേറെ ഇന്ദ്രിയങ്ങളോ ആ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളോ, അതാണ് ദേവ പറഞ്ഞ്, മനോവശേ മനസ്സിന് അധീനമായി അഭവൻ സ്മ ഇരിക്കുന്നുവെങ്കിൽ, മനഃ ച മനസ്സാണെങ്കിൽ അന്യസ്യ വശം ദേവന്മാർക്ക് കൂടി ന സമേതി അധീനമാകുന്നില്ല. അതായത് നമ്മൾ മനസ്സിനെ അടക്കിയാൽ നമുക്ക് പിന്നെ ഈ മനസ്സിൻ്റെ അധിഷ്ഠാന ദേവതകളെ പോലും നമുക്ക് പിന്നെ വകവയ്ക്കേണ്ട ആവശ്യമില്ല. മനസ്സിനെ അടക്കിയാൽ നമ്മൾക്ക് പിന്നെ ആ അധിഷ്ഠാന ദേവതകൾക്കും കൂടി നമ്മൾ അധീനമാകുന്നില്ല. മനസ്സിൻ്റെ ഈ എന്താണ് അധിഷ്ഠാന ദേവതകളൊക്കെ മനസ്സടങ്ങിയാൽ പിന്നെ നമ്മളോടൊന്നും അതിനെയും കൂടി നമുക്ക് അധിഷ്ഠാന ദേവതകളെയും കൂടിയും ജയിക്കാം എന്ന് പറയുകയാണ്. അത്ര ഇതാണ്. അതായത് മനസ്സടങ്ങിക്കഴിഞ്ഞാൽ, അതായത് നല്ലോണം മനസ്സടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ അടങ്ങിയ മനസ്സ് ദേവാദികൾക്കും കൂടി അധീനമാകുന്നില്ല. അതാണ് അന്യസ്യ വശം എന്ന സമേതി സ ദേവ. എന്തുകൊണ്ടാണത്? ആ മനസ്സ് എന്ന ആ ദേവൻ സഹസ ബലവാനേക്കാൾ സഹീയാൻ അധിക ബലം ഉള്ളവനാണ്. അതായത് മനസ്സിന് അധിഷ്ഠാന ദേവതകളെക്കാളും പിന്നെ ശക്തി ഉണ്ട്. കാരണം മനസ്സാണല്ലോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണത്. അപ്പോൾ ഇന്ദ്രിയങ്ങളെയൊക്കെ അകത്തേക്ക് വലിച്ച് പിന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് തന്നെ മനസ്സാണല്ലോ. അപ്പോൾ ഇന്ദ്രിയങ്ങൾ അധിഷ്ഠാന ദേവതകളും കൂടിയും അധീനത്തിലാവും മനസ്സിൻ്റെ. അത്ര ബലമുണ്ട മനസ്സിനാണ്. ഭീഷ്മ പലവിധമായ സംസാര ദുഃഖങ്ങൾക്ക് കാരണമായതിൽ യോഗിമാർക്ക് പോലും ഭയമുണ്ടാക്കുന്നവൻ ഹി ആയതുകൊണ്ട്, അതായത് മനസ്സിനെ വലിയ വലിയ യോഗീശ്വരന്മാർക്കും കൂടിയും പേടിയാണ്. ഭീഷ്മനാണ്. അതായത് നമ്മളെ ഭീഷ്മര പിതാമഹനെ പോലെയാണ് മനസ്സെന്ന് പറയുകയാണ്. അത്ര എളുപ്പമാണ്. പിന്നെ ചഞ്ചലാവും. അപ്പം മനസ്സിനെ അടക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ ചില്ലറയില്ല എന്ന് പറയുകയാണ്. അത്ര ബലമുള്ളതാണ് മനസ്സ്. നമ്മളെ അധീനത്തിലാക്കാൻ നോക്കും. അപ്പോൾ വലിയ വലിയ യോഗീശ്വരന്മാർക്ക് പോലും മനസ്സിനെ ഭയമാണ്. അതാണ് ഭീഷ്മ പറഞ്ഞത്. ഹി ആയതുകൊണ്ട്
തം വശേയം തം വശേ യുഞ്ജ്യാത്, അതിനെ സാധിച്ചാൽ ആരാണ് ആ മനസ്സിനെ ജയിക്കുന്നത് അല്ലെങ്കിൽ സ്വാധീനമാക്കുന്നത്? സ ദേവദേവ, അവനെ സകല ഇന്ദ്രിയങ്ങളെയും ജയിച്ചവനായി കരുതാമെന്ന്. അതായത് മനസ്സിനെ ജയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ബാക്കി ഇന്ദ്രിയങ്ങളോ എന്ന് വല്ലവരും ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഭിക്ഷു പറയണത് അറിയോ? മനസ്സിനെ ജയിച്ചാൽ പിന്നെ ബാക്കി ഇന്ദ്രിയങ്ങളെ ജയിച്ച ഫലം തന്നെയാണ് എന്നാണ് പറയുന്നത്. അതാണ് ഇതിൽ പറഞ്ഞത്. അതായത് മനസ്സ് ഇന്ദ്രിയങ്ങളുടെയും മീതെയാണ്, അത്ര ബലവാനുമാണ്. അപ്പോൾ ഏറ്റവും അതായത് മറ്റിന്ദ്രിയഗണങ്ങളെല്ലാം മനസ്സിൻ്റെ അധീനത്തിലാണ്. എല്ലാറ്റിലും വെച്ച് ശക്തിയുള്ളത് ഏതാണ്? ബലശാലി എന്ന് പറയാം. ഏതാണ്? മനസ്സാണ്. അപ്പോൾ മനസ്സ് വശമായിട്ടുള്ള മനസ്സ് വശമായവൻ തന്നെയാണ് ശരിക്കും ദേവൻ എന്ന് പറയുന്നത്. അതായത് ആ മനസ്സിനെ കീഴടക്കിയാൽ, എപ്പോഴും ചഞ്ചലമായിട്ടുള്ള ആ മനസ്സിനെ കീഴടക്കാൻ നോക്കാണ്ടേ ഒരു കാര്യമില്ല. അത്ര ബലശാലിയായിട്ടുള്ള ആണ് മനസ്സ് എന്നതുകൊണ്ടാണ് ഈവൻ യോഗീശ്വരന്മാർക്ക് പോലും മനസ്സിനെ ഭയമാണ്. കാരണം മനസ്സ് ചലിച്ചാലോ അത്ര ബുദ്ധിമുട്ടുണ്ട് മനസ്സിനെ അടക്കാൻ. പക്ഷെ മനസ്സിനെ അടക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇന്ദ്രിയങ്ങളെ പറ്റി ഒന്നും ഭയം വേണ്ട. മനസ്സിൻ്റെ അധീനത്തിലാണ് ഇന്ദ്രിയങ്ങൾ. അപ്പോൾ ഇന്ദ്രിയങ്ങൾ അധിഷ്ഠാന ദേവതകളും മനസ്സിൻ്റെ അധീനത്തിലാണ്. അപ്പോൾ മനസ്സ് ജയിച്ചവനെ സകല ഇന്ദ്രിയങ്ങളും ജയിച്ചവനായി കണക്കാക്കാം എന്നാണ് ഇതിൽ പറഞ്ഞത്. മനോവശേന്യ ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളെന്നും പിന്നെ നമുക്ക് വറി ചെയ്യേണ്ട. മനോവശേന്യൈഹ്യഭവം സ്മദേവ മനശ്ച നാന്യസ്യ വശം സമേതി ഭീഷ്മോ ഹി ദേവ സഹസ സഹീയാൻ യുഞ്ജ്യാദ്വശേതം സഹി ദേവദേവഃ. 49 തൻ ദുർജയം ശത്രുമസഹ്യവേഗ മരുന്ദുദം തന്ന വിജിത്യ കേജിൽ കുർവന്ത്യസദ്വിഗ്രഹമത്ര മർത്യൈർ മിത്രാണ്യുദാസീനരിപൂൻ വിമൂഢാഃ. 49 കേജിത് ഏതാൾക്കാരാണ് സഹിക്കാൻ വയ്യാത്ത വേഗം, അസഹ്യവേഗം, അതായത് സഹിക്കാൻ വയ്യാത്ത അത്ര നമുക്ക് അറ്റാച്ച്മെൻ്റ് മുതലായ ദുഃഖത്തോടു കൂടിയതും, അരുന്തുതം അതായത് നമ്മളെ ശരിക്കന്നെ ആ മർമ്മസ്ഥാനത്തിൽ തട്ടുന്നതും അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നതും, ദുർജയം ജയിക്കാൻ വളരെ വിഷമമുള്ളതും, തം ശത്രുവുമായ മനസ്സിനെ ന വിജിത്യ ജയിക്കാതെ അത് കാരണം ജയിക്കാതെ അത്ര ഈ ലോകത്തിൽ മർത്യൈഹി വേറെ മനുഷ്യരോടെ അസദ്വിഗ്രഹം നരകത്തിന് കാരണമായ കലഹത്തിനെയും മിത്രാണി സ്നേഹിതന്മാരെയും ഉദാസീനന്മാരെയും ശത്രുക്കളെയും കുറുവന്തി ഉണ്ടാക്കിക്കൊള്ളുന്നുവോ വിമൂഢ, അവർ വിഡ്ഢികൾ തന്നെയാണ്. എന്താണ് ഭഗവാൻ വളരെ ഭിക്ഷുവിൽ കൂടി ഭിക്ഷു പറയണതായിട്ട് എന്താണ് ഭഗവാൻ ഇതിൽ പറയണത്? അതായത് വളരെ ഈ മനസ്സെന്ന് പറഞ്ഞു വെച്ചാൽ ജയിക്കാൻ വളരെ വിഷമമാണ് പറഞ്ഞുവല്ലോ. അങ്ങനെ ജയിക്കാൻ വളരെ വിഷമമുള്ളതും നമ്മളെ എപ്പോഴും സുഖദുഃഖങ്ങൾ തന്ന് വേദനിപ്പിക്കുന്നതും, ദുഃഖം എന്ന് പറയാം, സുഖം പറയാനുള്ള ആവശ്യമില്ല, നമ്മളെ എപ്പോഴും വേദനിപ്പിക്കുന്നവനുമായ ഈ മനസ്സ് എന്ന നമ്മുടെ ശത്രുവിനെ മനസ്സിനെ ജയിച്ചാൽ നമുക്ക് പിന്നെ എന്നും നിത്യാനന്ദമാണ്. അപ്പോൾ നിത്യാനന്ദം തരാത്ത ഒരാളാണല്ലോ മനസ്സ്, അല്ലേ? നിത്യാനന്ദത്തിന് വിഘ്നമായിട്ടുള്ള ആളാണ് മനസ്സ്. അതുകൊണ്ടാണ് മനസ്സിനെ ശത്രു പറയുന്നത്. അങ്ങനെ ജയിക്കാൻ പ്രയാസമുള്ളവനും എപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്നവനുമായ മനസ്സ് എന്ന ശത്രുവിനെ നമുക്ക് കീഴടക്കിയാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. അപ്പം അതിനെ കീഴടക്കാൻ ശ്രമിക്കാണ്ട നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ ആരോടൊക്കെയോ സുഹൃത്തുക്കളടക്കം ആരോടൊക്കെയോ നമ്മൾ തമ്മിൽ തല്ലാൻ പോകണം. എന്ത് കാര്യം എന്നാണ് പറയണത്? എത്ര ശരിയല്ലേ? എത്ര ശരിയാണത് പറയണത്. നമ്മൾ നമ്മുടെ മനസ്സിനെ കീഴടക്കാൻ നോക്കാണ്ട് ബാക്കിയുള്ളവരെ മനസ്സ് അയാളെന്താ അങ്ങനെ, ഇയാളെന്താ അങ്ങനെ, നീ എന്താ അങ്ങനെ ചെയ്ത, ശരിയല്ലേ? എത്ര ശരിയാണ് നമ്മളെ അത് പറയൂല. ആദ്യം നമ്മളെ നേരെയൊക്കെ എന്നിട്ട് വേണമെന്ന് പറയണതാണ് അപ്പം ഇതിൽ പറഞ്ഞതായിട്ടോ. അങ്ങനെയുള്ള സ്വന്തം മനസ്സിനെ അടക്കാൻ നോക്കാതെ ബാക്കിയുള്ളവരോട് പിന്നെ ഇതിനൊക്കെ സ്വന്തം വൈരിയായ
പിന്നെ മനസ്സിനെ അടക്കാൻ നോക്കാതെ പുറത്തുള്ള വൈരികളോടൊക്കെ യുദ്ധം ചെയ്ത് അവരോടൊക്കെ സുഹൃത്തുക്കളോടൊക്കെ തമ്മിൽ തല്ലി ഓരോന്ന് ചെയ്യണത് വിഡ്ഢികളാണ് അത് ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. അതോ സഹിക്കാത്ത വേഗത്തോടു കൂടിയതാണ് മനസ്സ്, അല്ലേ? നമ്മളെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാലോ അത്ര ചിലപ്പോൾ വേദനിപ്പിക്കും മനസ്സ്, ഇല്ലേ? മനസ്സിലാണല്ലോ നമുക്കെപ്പോഴും വേദന തോന്നുന്നത്. അപ്പോൾ ഭയങ്കര വേഗതയുള്ള മനസ്സ്, എവിടെ വേണമെങ്കിൽ പോവാം മനസ്സിന്, എപ്പോൾ വേണമെങ്കിൽ, അല്ലേ? അങ്ങനെ അതിവേഗതയുള്ളതും നമ്മളെ പിന്നെ മർമ്മത്തിൽ തന്നെ നമ്മളെ പലപ്പോഴും പീഡിപ്പിക്കുന്നതും ജയിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആ മനസ്സിനെ ജയിക്കാൻ ശ്രമിക്കാതെ ആരാണ് ബാക്കിയുള്ളവരുമായിട്ട് പിന്നെ തമ്മിൽ തല്ലിയും പിന്നെ എന്താണ് ചിലരോട് സുഹൃത്തുക്കളാന്നടിച്ച് പെരുമാറിയും ചിലരെ അവഗണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ മനസ്സിൻ്റെ ഭാവങ്ങളാണ്. ചിലരോട് ഭയങ്കര സ്നേഹം, ചിലരോട് ദേഷ്യം, ചിലരെ ചതിക്കുക, അങ്ങനെയല്ലേ? അതൊക്കെ ചെയ്യണതൊക്കെ വെറും വിഡ്ഢിത്താണ്. ആദ്യം അവനവൻ്റെ മനസ്സിനെ അടക്കാൻ നോക്കൂ. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു മനസ്സാണ്. അതിനെ ആദ്യം നേരെയാക്കാൻ നോക്കൂ, ശുദ്ധീകരിക്കൂ. എന്നിട്ടാവാം ബാക്കിയുള്ളവരെ ശുദ്ധീകരിക്കുക. അല്ലാതെ സ്വന്തം മനസ്സിനെ ശുദ്ധീകരിക്കാനും അടക്കാനും നോക്കാതെ ബാക്കിയുള്ളവരായിട്ട് കലഹത്തിന് പോണതും പിന്നെ അവരായിട്ട് പിന്നെ എന്താണ് സുഹൃത്താണെന്നടിക്കലും ചിലരെ അവഗണിക്കലും ഇതൊക്കെ ചെയ്യണത് വെറും വിഡ്ഢികളാണ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. തം ദുർജയം ശത്രു അസഹ്യവേഗമാണല്ലോ. മരുന്തുതം തന്നെ വിജിത്യ കേജിത് കുർവന്ത്യ സദ്വിഗ്രഹ ദുർജയാണേ കുർവന്ത്യ സദ്വിഗ്രഹമത്ര മർത്യൈർമിത്രാന്യുദാസീന രിപൂൻ വിമൂഢ. അങ്ങനെയൊക്കെ വിഡ്ഢിത്തം അങ്ങ് ചെയ്യണവർ വെറും വിഡ്ഢികളാണ് എന്നാണ് 49 പറഞ്ഞത്. ഇനി 50 ദേഹം മനോമാത്രമിമം ഗൃഹീത്വാ മമാഹമിത്യന്ധധിയോ മനുഷ്യാഃ ഏഷോഹമന്യോയമിതി ഭ്രമേണ ദുരന്തപാരേ തമസി ഭ്രമന്തി. അന്ധധീയ അറിവില്ലാത്ത അന്ധന്മാർ, അജ്ഞാനികൾ, മനുഷ്യന്മാർ മനോമാത്രം, അതായത് മനസ്സിൽ വിചാരിച്ച ദേഹം, ഈ ദേഹത്തിനെ, അതായത് വെറും സങ്കല്പമായിട്ടുള്ള ദേഹത്തിനെ അഹം ഞാൻ എന്നും മമ ഇതി, അതായത് കുട്ടികളൊക്കെ എൻ്റെ എന്നും, അതായത് അഹന്തയും മമതയും ഗൃഹീത്വ വിചാരിച്ച് അഹമേഷ ഇത് ഞാൻ, അയം അന്യ അത് വേറൊരാളാണ്, ഇത് ഞാനാണ് അത് മറ്റൊരാളാണ്, ഭ്രമേണ ആ ഭ്രമത്താൽ ദുരന്തപാരെ മീൻസ് എന്താ അറ്റമില്ലാത്ത തമസി ഈ തമസ്സാകുന്ന സംസാരത്തിങ്കൽ ഭ്രമന്തി ചുറ്റി തിരിയുന്നു, ഭ്രമിക്കുന്നു. അതാണ് ഇതിൽ പറഞ്ഞത്. എന്താച്ചാൽ ഈ മനസ്സ് എന്നാണ് നമ്മൾക്ക് ഈ ലോകം ഉണ്ടാക്കണമെന്ന് ഇതിനു മുമ്പ് പറഞ്ഞുവല്ലോ. അപ്പോൾ മനസ്സന്നെയാണ് ഉണ്ടാക്കി തീർക്കണത് ഈ ജഡമായ ദേഹം. മനസ്സിൻ്റെ സങ്കല്പമാണ് ഈ ലോകം, ജഡമായ ജഗത്ത് മുഴുവൻ. അപ്പം പിന്നെ ജഡമായ ദേഹവും മനസ്സിൻ്റെ സങ്കല്പമല്ലേ. അപ്പം മനസ്സന്നെ, നമ്മുടെ ശത്രുവായിട്ടുള്ള മനസ്സന്നെ ഉണ്ടാക്കി തീർക്കണ ജഡമായിട്ടുള്ള ഈ ദേഹം ആണ് ഞാൻ എന്ന് വിശ്വസിച്ച്, ദേഹമാണ് ഞാൻ എന്ന് വിശ്വസിക്കുകയാണെന്ന് മനസ്സാണ് നമ്മളെ വിശ്വസിപ്പിക്കണത് ഞാൻ ദേഹമാണെന്ന്. മനസ്സ് അശുദ്ധാണ്. അതുകൊണ്ട് ആത്മാവാണ് ഞാൻ എന്ന് വിചാരിക്കാൻ സമ്മതിക്കണില്ല. ഇതിലേക്ക് വലിച്ചു കൊണ്ടുവരികയാണ് മനസ്സ് സംസാരത്തിലേക്ക്. അപ്പോൾ മനസ്സാണ് നമ്മളെ ഞാൻ ദേഹാഭിമാനം ഉണ്ടാക്കണത്. അങ്ങനെ മനസ്സുണ്ടാക്കി തീർക്കുന്ന ഈ ദേഹാഭിമാനമാണ് ദേഹത്തിനെ ഞാനാണെന്ന് കരുതി അഭിമാനിച്ച് ഇത് വേറൊരാളാണ് ഇങ്ങനെയുള്ള ഭേദഭാവനയിൽ മുഴുകിയിട്ട് അറ്റം കാണാത്ത ഈ തമസ്സാകുന്ന സംസാരത്തിൽ നമ്മൾ ഭ്രമിച്ച് നടക്കണു. കഷ്ടം എന്നാണ് ഈ ഭിക്ഷു പറയണത്. എന്താണ്? മനസ്സാണ് നമ്മുടെ ഈ ജഡദേഹത്തിനെ ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കൂ എന്ന് പറയുകയാണ് നമ്മളോട്. മനസ്സാണ് ഈ ലോകത്ത് മുഴുവൻ സങ്കല്പമാണ്. അപ്പം മനസ്സിൻ്റെ അശുദ്ധി കൊണ്ടാണ്, അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ടാണ് നമുക്ക് ഈ ജഡദേഹം ഉണ്ടാക്കണത് തന്നെ മനസ്സാണ്. മാത്രമല്ല എന്നിട്ട് ആ ജഡദേഹമാണെന്ന് നമ്മളെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജഡദേഹമാണെന്ന് അങ്ങനെ അഭിമാനിച്ചാൽ അപ്പം പിന്നെ ഞാനായി, എൻ്റെ ആയി, പിന്നൊന്നും വേണ്ട. പിന്നെ രാഗം തന്നെ, രാഗം പിന്നെ
അറ്റാച്ച്മെൻറ്റ് കൊണ്ടുള്ള എല്ലാ ദുഃഖങ്ങളും നമ്മൾ അനുഭവിക്കുന്നു. അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞാൽ, എന്നിട്ട് ഈ മനസ്സുകൊണ്ട് കൽപ്പിതമായിട്ടുള്ള ഈ ദേഹത്തെ ഞാനാണെന്ന് അഭിമാനിച്ച്, എൻ്റേതെന്ന് അഭിമാനിച്ച് അജ്ഞാനത്തിൽ മുഴുകി ഈ സംസാരം, ഈ തമസ്സാവുന്ന സംസാരത്തിൽ നമ്മൾ ഭ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് മനസ്സിലാക്കണമെന്ന് പറയുകയാണ് മനസ്സാണ് എല്ലാ ദുഃഖത്തിനും ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഈ പുറത്തുള്ള ഒന്നുമല്ല, ഗ്രഹങ്ങളല്ല, നക്ഷത്രങ്ങളല്ല, വേറെ ആൾക്കാരല്ല എൻ്റെ ദുഃഖത്തിന് കാരണം മനസ്സാ പറഞ്ഞില്ലേ. അതിലേക്ക് തന്നെ വരികയാണ് ഭിക്ഷു. ഈ മനസ്സാണ് നമ്മളെ ജഡദേഹത്തിന് ഉണ്ടാക്കണതും ആ ജഡദേഹമാണ് ഞാൻ അഭിമാനിപ്പിക്കുന്നതും അഹന്തയും മമതയും ഉണ്ടാക്കുന്നതും. എന്നിട്ട് നമ്മൾ ഈ കൂരിരുട്ടിൽ അജ്ഞാനത്തിൽ ഈ സംസാരത്തിൽ നമ്മൾ ഭ്രമിച്ച് കഴിയണു. ഈ ഭേദഭാവന ഉണ്ടാക്കണതും, അതായത് ഞാൻ, നീയ്, അത് നിൻ്റെ, ഇത് എൻ്റെ, അതുണ്ടല്ലോ, ആ ഭേദഭാവനയൊക്കെ ഉണ്ടാക്കണത് മനസ്സാണ്. അങ്ങനെ നമ്മൾ ആ ഭേദഭാവനയിൽ കുടുങ്ങിയിട്ട് ഭ്രമിച്ച് നമ്മൾ ദുഃഖിച്ച് ജീവിതം പാഴാക്കണമെന്ന് മാത്രമല്ല, പിന്നെയും ജനനമരണ ചക്രത്തിൽ തിരിയണു അല്ലേ. ഇനി അപ്പം മനസ്സാണ് നമ്മളെ സർവ്വ ദുഃഖങ്ങൾക്കും കാരണം എന്ന് പറഞ്ഞു. ഇനി ബാക്കിയുള്ളവരൊന്നും അല്ല എന്ന് പറയാണ്. മനസ്സാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എന്നങ്ങോട്ട് നല്ലോണം നമുക്ക് പറഞ്ഞു തന്നു ഇപ്പോൾ ഇല്ലേ ഭിക്ഷു, അല്ലെങ്കിൽ ഭഗവാൻ ഭിക്ഷുവിൽ കൂടി. ഇനി എന്താ പറയണ, നിങ്ങൾ വിചാരിക്കണ പോലെയല്ല, ബാക്കി ഒന്നുകൊണ്ടുമല്ല നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവണം, പുറത്തുള്ള ഒരു കാര്യങ്ങളെ കൊണ്ടുമല്ല നിങ്ങൾക്ക് ദുഃഖം. നിഞ്ഞ് അടുത്ത ശ്ലോകങ്ങളിൽ അത് പറയാണ്. മനസ്സാണ് കാരണം എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളത് അല്ല എന്നും കൂടി സമർത്ഥിക്കണമല്ലോ. അതാണ് ജനസ്തു ഹേതു സുഖദുഃഖയോശ്ചേത് കിമാത്മനസ്തത്ര ഭൗമയോസ്തദ് ജിഹ്വാം ക്വചിത് സംദശതി സ്വദദ്ഭി തദ്വേദനായാം കഥമായ കുപ്യേത്. നമുക്ക് നോക്കാം 51. ജനാതു മനുഷ്യ പറ്റേട്ടോ ഒരു നിമിഷം. സുഖദുഃഖയോഹോ ജനോഹോ ഹേതുശ്ചേത് തത്ര ആത്മനഹാക്കിം. അതായത് നമ്മുടെ സുഖദുഃഖങ്ങൾക്ക് പുറത്തുള്ള ജനങ്ങളാണ് കാരണമെന്ന് എന്ന് തന്നെ നമ്മൾ സ്വീകരിച്ചാലും, അങ്ങനെ നമ്മൾ വിചാരിച്ചാലും, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അത് ആ സത്യം എന്ന് നമ്മൾ സ്വീകരിച്ചാലും, ഇനി എന്താ പറയണ, തത്ര ആത്മനാക്കിം. അതായത് പുറത്തുള്ള മനുഷ്യരാണ് സുഖദുഃഖങ്ങൾക്ക് ഹേതുവായിട്ട് നമുക്ക് ഭവിക്കുന്നുവെങ്കിൽ അത്രച്ച ഈ സ്ഥലത്തിലും ആത്മനഹാക്കിം, ആത്മാവിന് അവയിൽ കർത്തൃത്വം ഭോക്തൃത്വം ഇല്ല. നിശ്ചയമായും തത് ആ കർത്തൃത്വവും കർമ്മത്വവും, കർമ്മം ചെയ്യണ ആളും കർമ്മവും ഭൗമയോഹോ അതായത് ശരീരങ്ങൾക്കേ ഉള്ളൂ, ക്വചിത് ചിലപ്പോൾ സ്വദദ്ഭി തൻ്റെ പല്ലുകളാൽ ജിഹ്വാം സന്തസതി നമ്മളെ പല്ലുകൊണ്ട് നാവിനെ തന്നെ കഴിക്കുമല്ലോ ചിലപ്പോൾ, തദ്വേദനായാം അതുകൊണ്ട് വേദനിക്കുമ്പോൾ, കഥമായ ആരോട് കുപ്യത, ആരോടെ ദേഷ്യപ്പെടുക നമ്മൾ, അതുപോലെയാണെന്ന് പറയുകയാണ്. അതാണ് ഇതിൽ എന്താണ് പറയണത് വെച്ചാൽ, മറ്റുള്ളവരാണ് നമ്മുടെ സുഖദുഃഖങ്ങൾക്ക് കാരണമെങ്കിൽ പിന്നെ അവനവൻ്റെ കർത്തൃകർമ്മഭാവങ്ങൾക്ക് പിന്നെ എന്താ പ്രസക്തി? ബാക്കിയുള്ള ഒരു കാരണമാണ് എനിക്ക് ദുഃഖം ഉണ്ടാവണം എന്ന്, എൻ്റെ സുഖത്തിനും ദുഃഖത്തിനും ബാക്കിയുള്ളവരാണ് കാരണം വെച്ചാൽ ഞാൻ ചെയ്യണ കാര്യത്തിൽ ഞാൻ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾക്ക് പിന്നെ എന്താ ഇവിടെ പ്രസക്തി? അതായത് എന്താ പറയുക വെച്ചാൽ, സ്വന്തം നാവ് കടിച്ച് മുറിഞ്ഞ് വേദനിക്കുമ്പോൾ നമ്മൾ വേറൊരാളോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? നമ്മുടെ പല്ലോണ്ട് തന്നെ നാവ് മുറിഞ്ഞാൽ നമ്മൾ വേറൊരാളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അതാണ് ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കണത് കേട്ടോ. എന്താ ഉദാഹരണം പറഞ്ഞിരിക്കണ വെച്ചിട്ടുണ്ടോ? നമ്മളെ ആത്മാവിന് നമ്മളെ ബാക്കിയുള്ളൊരു കാരണമാണ് സുഖദുഃഖങ്ങളെ പറഞ്ഞു. അപ്പം നമ്മൾ തന്നെയാണ് പലതിനും കർത്തൃത്വവും ഭോക്തൃത്വം ഒക്കെ നമുക്കാണ് അല്ലേ, നമ്മൾ കർത്താവ്.
ചെയ്യണം നമ്മളാണ്. അപ്പം നമ്മുടെ കർമ്മങ്ങളുടെയൊക്കെ എന്താ പ്രസക്തി പിന്നെയെന്ന്. അതായത് ഈ കർമ്മം ഞാനാണ് ചെയ്യണമെന്നുള്ള വിചാരവും ആ ചെയ്യുന്ന കർമ്മവും അതിൽ നിന്ന് ഉണ്ടാവണ ഫലവും വികാരങ്ങളും ഒക്കെ ശരീരങ്ങൾക്ക് മാത്രമാണ്. അത് ആത്മാവിൽ വരുന്നുവെങ്കിൽ അവിടെ ദ്രോഹിക്കുന്നവൻ്റെയും ആരാണ് ദ്രോഹിക്കപ്പെടുന്നവൻ്റെയും ആത്മാവ് ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് കോപിക്കാൻ വഴിയില്ല. എന്താ ഈ ഒരു ഉദാഹരണത്തിന് നമുക്കത് വളരെ ഒരു ഇതാണ് കേട്ടോ. എന്താ അറിയോ, അവനവൻ്റെ പല്ലന്നെ അവനവൻ്റെ നാവ് കടിച്ചാൽ നമുക്ക് വേറെ ആരോടും കോപിക്കാൻ പറ്റില്ല. അതുപോലെയാണ് എല്ലാവരുടെ ഉള്ളിലുള്ള ആത്മാവും ഒന്നാണ്. അപ്പോൾ വേറൊരാളെന്നാണ് ആത്മാവ് സർവ്വവ്യാപിയാണ്, സർവാന്തര്യാമിയാണ്. ഒരേ ഒരാത്മാവേ ഉള്ളൂ, ആ പരമാത്മാവ് മാത്രമേ ഉള്ളൂ. ശരീരങ്ങളൊക്കെ ജഡാണേ. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവും, ഇപ്പം ഞാൻ പറയാം, എനിക്കൊരാൾ ചെയ്തു എന്ന് തോന്നുക, ആ ആളുടെ ഉള്ളിലുള്ള ആത്മാവും എൻ്റെ ഉള്ളിലുള്ള ആത്മാവും ഒന്നു തന്നെയാണ്. അപ്പം അവനവനെ കുറ്റപ്പെടുത്തുമോ? അപ്പോൾ വേറൊരാൾ ചെയ്താൽ ശരീരം മാത്രമേ വ്യത്യാസമുള്ളൂ, ശരീരം ജഡാണേനും. അപ്പോൾ കർത്തൃത്വം ഭോക്തൃത്വമൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം ഞാൻ എന്ന് വിചാരിക്കുന്ന അവരുടെ ഉള്ളിലത്തെ ശരിക്കുള്ള ഞാനും എൻ്റെ ഉള്ളിലത്തെ ശരിക്കുള്ള ഞാനും ഒന്നാണ്. അപ്പോൾ ഒന്നായിട്ടുള്ള ആളെ തന്നെ ഉപദ്രവിക്കുകയില്ലല്ലോ. അതുകൊണ്ടാണ് ബാക്കിയുള്ളവർ ചെയ്തു പറയുന്നതിന് അർത്ഥമില്ല. കാരണം ബ്രഹ്മം മാത്രമേ ഇവിടെ ഉള്ളൂ. മറ്റത് കാണുന്നത് മുഴുവൻ ജഡാണ്. ജഡായിട്ടുള്ളതിന് ഉപദ്രവിക്കാൻ പറ്റൂല. അപ്പം അതൊക്കെ നമ്മുടെ തോന്നലാണ്. മനസ്സിൽ തോന്നുകയാണ് വേറെ ആൾ ഉപദ്രവിച്ചു എന്ന്. അത് ശരിക്കും വളരെയധികം, അതായത് ഈ കർത്തൃത്വവും ഭോക്തൃത്വവും ഒക്കെ ദേഹത്തിൻ്റെ ധർമ്മമാണ്, ആത്മാവിൻ്റെ ധർമ്മമല്ല. അപ്പോൾ ബാക്കിയുള്ളവർ നമ്മളെ ഉപദ്രവിക്കുമെന്ന് പറയുന്നതിന് അർത്ഥമില്ല. കാരണം ബാക്കിയുള്ളവരുടെ ഉള്ളിലെ ഞാനും എൻ്റെ ഞാനും ഒന്ന് തന്നെയാണ്. അപ്പം നീയെന്ന് പറയുന്ന ആളുടെ ഉള്ളിലത്തെ ഞാനും എൻ്റെ ഉള്ളിലുള്ള ഞാനും ഒന്നാണ്. അപ്പോൾ ഒരേ ആത്മാവ്. നമ്മുടെ പല്ല് നമ്മുടെ നാവിനെ കടിച്ചാൽ വേറൊരാളോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? അതുപോലെയാണ് നമ്മൾ ബാക്കിയുള്ളവർ ഉപദ്രവിക്കേണ്ടെന്ന് പറയണത്. അത്ര അർത്ഥമില്ലാത്തതാണെന്ന്. ബാക്കിയുള്ള പുറത്തുള്ള ഒരു കാരണമാണ് എനിക്ക് സുഖദുഃഖങ്ങൾ വരുന്നതെന്ന് പറയുന്നത് ഏതുപോലെ അർത്ഥമില്ലായ്മയാണ്. സ്വന്തം പല്ലുകൊണ്ട് നാവ് കടിച്ച് വേദനിച്ചാൽ നമ്മൾ വേറൊരാളെ കുറ്റം പറയുന്നത് പോലെ വിഡ്ഢിത്താണ്, അല്ലെങ്കിൽ അർത്ഥമില്ലാത്തതാണ്. സ്വന്തം പല്ലുകൊണ്ട് സ്വന്തം നാവ് കടിച്ച് മുറിയുമ്പോൾ വേറൊരാളോട് നമ്മൾ ചുണ്ടിയെടുക്കുന്നത് എത്ര അർത്ഥമില്ലാത്തതാണ്. അതുപോലെയാണ് ബാക്കിയുള്ളൊരു കാരണമാണ് എൻ്റെ സുഖദുഃഖങ്ങൾ വരണത് എന്ന് വിചാരിക്കുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ എല്ലാവരുടെ ഉള്ളിലത്തെ ആത്മാവും ഒന്നാണ്. ഈ കർത്തൃത്വം ഭോക്തൃത്വം ഒക്കെ ദേഹത്തിനേ ഉള്ളൂ, ആത്മാവിനില്ല. അപ്പം ഞാൻ വേദനിക്കണമെന്നും പറയണതിന് അർത്ഥമില്ല വേറൊരാൾ കാരണം. ദേഹം ജഡമാണ്, അല്ലേ? അതാണ് പറയണത്. അതായത് നമ്മളെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ പറഞ്ഞാലും കോപത്തിന് നമുക്ക് അതോടെ യാതൊരു സ്ഥാനവും ഇല്ല. അങ്ങനെ ഒരാൾ ഉപദ്രവിക്കണില്ല എങ്കിലും ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പറയും, അയാൾ കാരണമാണെന്നൊക്കെ പറയും. പക്ഷെ അത് വ്യർത്ഥമായിട്ടുള്ളൊരു പറയലാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് സമയം കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിനെ ഒന്നും കൂടി പറയാൻ പറ്റുമെന്ന് ഞാൻ നാളെ നോക്കാം. ജനസ്തു ഹേതു സുഖദുഃഖയോശ്ചേത് കിമാത്മനസ്തത്ര ഭൗമയോസ്തദ് ജിഹ്വാം ക്വചിത് സംദശതി സ്വദ്വേദനായം കഥമായ കുപ്യേത്. ബാക്കിയുള്ളവരോട് നമ്മൾ സൂക്ഷിച്ചെടുക്കില്ലല്ലോ, അല്ലേ? അതാണ് കുപ്യേത്, കഥമായ കുപ്യേത്. വേറെ ആരോട് ദേഷ്യപ്പെടാൻ സാധിക്കും നമുക്ക് പല്ല് കടിച്ച് വേദനിച്ചാൽ? നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.